മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, പിന്തിരിഞ്ഞു നോക്കാതെ യാത്ര പറഞ്ഞു പോയവർ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ശരിയെന്ന് കാലം അവരെ പഠിപ്പിച്ചിട്ടുണ്ടാകും. മനുഷ്യജീവിതത്തിൽ ചിരിച്ചാൽ മാറുന്ന ദേഷ്യങ്ങളുണ്ടാകാം, ക്ഷമിച്ചാൽ തീരുന്ന തർക്കങ്ങളുണ്ടാകാം, തൊട്ടാൽ അലിയുന്ന പിണക്കങ്ങളുണ്ടാകാം, ഒരു വാക്കുകൊണ്ട് തീർക്കാവുന്ന സങ്കടങ്ങളും ഉണ്ടാകാം. പക്ഷേ ആരും ഒന്നിനും തയ്യാറല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭക്തരെ, ചിലർ നിങ്ങളെ മുറിവേൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കില്ല. എന്നാൽ അവർ അതിനെ ന്യായീകരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് വേദനിക്കുന്നത്. പരസ്പരം കേൾക്കാനുള്ള ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. ഭക്തരെ, നിങ്ങളുടെ പിന്നിലുള്ള മോശമായ കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള മഹത്തായ കാര്യങ്ങൾ ഒരിക്കലും കാണില്ല. നിങ്ങൾ ചെയ്ത 100 നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മറക്കാൻ നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റ് മാത്രം മതി. അതിനാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷിച്ച് ചെയ്യുക. ഭക്തരെ, ആളുകൾ പ്രധാനമായും മറ്റുള്ളവരെ തരം താഴ്ത്തുന്നത് അസൂയ കൊണ്ടും അപകർഷതാബോധം കൊണ്ടുമാണ്. നിങ്ങൾ അവരെക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണെന്നതും കൊണ്ടുമാണ് തരം താഴ്ത്തലുകൾ നടക്കുന്നത്. ജീവിതത്തിൽ നിങ്ങളെ തളർത്താൻ ശ്രമിച്ചവരെ വെല്ലുവിളിക്കേണ്ടത് ഒരിക്കലും വാക്കുകൊണ്ടല്ല, വിജയം കൊണ്ടായിരിക്കണം. ക്ഷമ എപ്പോഴും ജീവിതത്തെ വിജയത്തിലെത്തിക്കുന്നു. മടി ജീവിതത്തെ ദാരിദ്ര്യത്തിലാക്കുന്നു. അമിതമായ വികാരം മനുഷ്യനെ ഭ്രാന്തിലെത്തിക്കുന്നു. അമിതമായ ആഗ്രഹം മനുഷ്യനെ ദുഃഖത്തിലാഴ്ത്തുന്നു. ഭക്തരെ, പ്രതിസന്ധികളിൽ നിങ്ങളുടെ കൂടെ നിൽക്കാത്തവരെ നിങ്ങളുടെ വിജയത്തിലും കൂടെ കൂട്ടരുത്. ഈ ലോകത്തിൽ വേഗം മാറുന്നത് മനുഷ്യൻ്റെ ചിന്താഗതികളും വികാരങ്ങളുമാണ്. തളർന്നു പോകാനും തോറ്റുപോകാനും ഒരുപാട് കാരണങ്ങൾ നിങ്ങൾക്കുണ്ടാകും. പക്ഷേ ജയിക്കാൻ ഒരൊറ്റ കാരണം മാത്രം മതി, വിജയിക്കണമെന്ന നിങ്ങളുടെ ഉറച്ച തീരുമാനം. ഭക്തരെ, ഇഷ്ടപ്പെട്ടതെല്ലാം സ്വന്തമാകുമ്പോൾ മാത്രമല്ല ജീവിതം മനോഹരമാകുന്നത്. സ്വന്തമായതെല്ലാം ഇഷ്ടപ്പെട്ട് ജീവിക്കുമ്പോഴും ജീവിതം മനോഹരമാണ്. ഇന്ന് നിങ്ങളുടെ മനസ്സ് നോവിച്ചവരെക്കുറിച്ചോർത്ത് വിഷമിക്കരുത്. നാളെ അവർ തീർച്ചയായും അവരുടെ കർമ്മത്തെ അഭിമുഖീകരിക്കുക തന്നെ വേണം. നിങ്ങളുടെ ആശയങ്ങളിലും വിശ്വാസങ്ങളിലും അടിയുറച്ച് നിൽക്കുക. മറ്റൊരാൾക്കു വേണ്ടി ഒന്നും മാറ്റേണ്ടതില്ല. ഭക്തരെ, ജീവിതത്തിൽ വന്നു പോകുന്ന താൽക്കാലിക മനുഷ്യർക്ക് ഹൃദയത്തിൽ ഇടം കൊടുത്തതിൻ്റെ പേരിൽ ഇനിയും കരയില്ലെന്ന് ഉറപ്പുവരുത്തുക. കണ്ടുമുട്ടുന്ന അധികം മനുഷ്യരും താൽക്കാലിക മനുഷ്യരാണ് എന്ന വലിയ തിരിച്ചറിവിലേക്ക് സ്വയം വളരുക. ഭക്തരെ, എന്തും വിലപ്പെട്ടതായി തോന്നുന്നത് 2 ഘട്ടങ്ങളിലാണ്. ഒന്നുകിൽ അത് ലഭിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടതിന് ശേഷം. സാഹചര്യങ്ങളും സന്ദർഭങ്ങളും മാറിക്കൊണ്ടിരിക്കും. മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നിങ്ങളുടെ മനസ്സാണ്. മാറ്റി നിർത്താതെ നോക്കേണ്ടത് മനസ്സറിഞ്ഞ് നിങ്ങളെ സ്നേഹിച്ചവരെയും. ഇല്ല എന്ന് പറയാനുള്ള യഥാർത്ഥ ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശരി എല്ലായ്പ്പോഴും ദുർബലമായിരിക്കും. ഭക്തരെ, ജീവിതത്തിൽ ഏറ്റവുമധികം കൂടുതൽ തെറ്റുകളും പരാജയങ്ങളും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അന്ധമായി സ്നേഹിക്കുകയും അതിലുപരി വിശ്വസിക്കുകയും ചെയ്തവരാണ്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.